Yes, welcome back to Sala Learning. It's me, Sri Bhama SB. മക്കളെ എല്ലാവരും ടെൻഷനിലാണോടാ, എങ്ങനെ പഠിക്കും, എന്ത് ചെയ്യും അല്ലേ? മൊത്ത സീനാണ്. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വെപ്രാളായിരിക്കും. ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പണ്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. അയ്യോ, ഒന്നും പഠിച്ചില്ല, ഒന്നും സെറ്റായില്ല, കുറേ പഠിക്കാനുണ്ട്. ഒന്നാമത് നമ്മുടെ സിലബസ് ഭയങ്കര വൈഡായിട്ട് വലിയൊരു സിലബസ് ആയിട്ട് അവിടെ കിടക്കണം അല്ലേ. 3-4 ചാപ്റ്റർ പഠിക്കാനുണ്ട്. പോരാത്തതിന് സമയമില്ല. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കണം വേണ്ടേ? അതുപോലെ സ്ട്രെസ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ, ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും ചോദിക്കും പരീക്ഷയല്ലേ, പഠിക്കുന്നില്ലേ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഓവർകം ചെയ്ത ഫുൾ മാർക്ക് തന്നെ ഈ ഓണപരീക്ഷയ്ക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസിക് എക്സാംസ് സെറ്റ് ആക്കി പവർ ആക്കി തരും മിസ് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 3 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ജീവന്റെ ചെപ്പ്, കാസ്കറ്റ് ഓഫ് ലൈഫ്, മാറ്റത്തിന്റെ പൊരുൾ, ദ എസൻസ് ഓഫ് ചേഞ്ച്, ആൻഡ് ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് അല്ലേടാ. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. റെഡി? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ വന്ന് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സർപ്രൈസും കൂടെ മിസ്സിന് പറയാനുണ്ട്. എന്താ സർപ്രൈസ് എന്നറിയോ? നമ്മുടെ ഓണം വരികയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് വേണ്ടേ? എല്ലാവർക്കും ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ സാല നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഏത് ബാച്ച്, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ബാച്ച് ഉണ്ട് അല്ലെ, വജ്ര ബാച്ച്. അപ്പൊ വജ്ര ബാച്ചിൽ കുറെ പേര് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ആഗ്രഹിക്കുന്ന മക്കളുണ്ടായിരിക്കും, കുറച്ചും കൂടെ പൈസ കുറവിൽ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യായിരുന്നു എന്ന് പറയുന്നവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഓഫറാണ്, 20% ഓഫറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. സോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ്, കാരണം ഓണം എത്തിയല്ലോ, ഇനി ഓണത്തിന് സമയമില്ല. അപ്പൊ അതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ആക്കി റെഡി ആക്കുക. സോ 20% ഓഫോട് കൂടിയിട്ട് നമ്മുടെ വജ്ര ബാച്ചില് നമ്മുടെ മക്കളോട് കൂടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അവരുടെ അതേപോലെ സിലബസ് എല്ലാം പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ, നിങ്ങൾ പബ്ലിക് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റും ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇപ്രാവശ്യം നമ്മുടെ സൈലം ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. റെഡി? സെറ്റ് ആവാം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാടാ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും കോശങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ്, അവയുടെ പേര് എഴുതുക. എ ആൻഡ് ബി ആർ ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സെൽ, നെയിം ഓഫ് ദം എന്ന് പറയുന്നുണ്ട്. നോക്ക്, ഇതിൽ എയും ബി എവിടെ തന്നിരിക്കുന്നത്? ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നടുവില് ഒരു വട്ടമുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്താണെന്ന് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് എന്താ തന്നിട്ടുള്ളത്? സെല്ലാണ്, കോശമാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ സെല്ലാണെന്ന് തന്നിട്ടുണ്ട്? ഏതൊക്കെയാണ് പറഞ്ഞേ, എന്താ നോക്കി നോക്ക. ഈ ഒരു ഫേനത്തിന്റെ വലുപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേടാ, ഏതാ? ഇത് പ്ലാന്റ് സെല്ലാണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ, അഥവാ സസ്യകോശമാണെന്ന് മനസ്സിലാവുന്നില്ലേ? ആ കോശം വെച്ച് ഐഡന്റിഫൈ ചെയ്തൂടെ, അല്ലെങ്കിൽ സെൽ വോൾ വെച്ച് ഐഡന്റിഫൈ ചെയ്തൂടെ? കുറച്ച് കട്ടി കൂടുതലല്ലേ നമ്മുടെ ആർക്കാ, പ്ലാന്റ് സെല്ലിന്. സോ അത് പഠിപ്പിക്കാം. ദിസ് ഇസ് ആനിമൽ സെൽ അഥവാ ജന്തുകോശം എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. ആൻഡ് ഈ കോശങ്ങളുടെ ഘടനാപരമായ 2 വ്യത്യാസം എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചാപ്റ്ററില് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, സ്ട്രക്ചറും അതിലുള്ള കാര്യങ്ങളും. മർമ്മം എന്ന് പറഞ്ഞാൽ നടുവിൽ കാണുന്ന ഈ ഒരു വട്ടമാണ് മർമ്മം, ന്യൂക്ലിയസ്. ആൻഡ് ദെൻ അതിന് ചുറ്റും എന്തുണ്ടാ, ഒരു ദ്രവ്യം പോലെ, ഒരു ലിക്വിഡ് പോലെയുള്ള ഒരു ബ്ലൂ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ദിസ് ബ്ലൂ കളർ ഈസ് നോൺ ആസ്, അതിന് എന്ത് പറയും നമ്മള്? കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയും. ആൻഡ് ഇവിടെ പച്ച കളറിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഉണ്ടല്ലോ, ദാറ്റ് കുത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഹരിതകം എന്ന് പറയുന്നു. അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ. അതേപോലെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന വേറൊരു കാര്യമാണ് കോശഭിത്തി. കുറച്ച് സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ പ്ലാന്റ്സ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്, അതാണ് നമ്മുടെ കോശഭിത്തി, സെൽ ബോൾ എന്ന് പറയുന്നത്. ദെൻ ഫേനും ഉണ്ട്, കുഞ്ഞിയതായിട്ട്. ഇതിൽ കുഞ്ഞു ഫേനോ ഇതിൽ വലിയ ഫേനോ ആണ് അല്ലെ, ഒരു ബലൂണ് വീർപ്പിച്ച പോലത്തെ ഫേനോ ആണ് പ്ലാന്റ് സെല്ലില്. ദെൻ കോശസ്തരം, സെൽ മെംബ്രെയിൻ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അതിന്റെ സെല്ലിൽ പഠിക്കാനുള്ളത്. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ഡിഫറൻസ്? അത് പഠിക്കാൻ മിസ് ട്രിക്ക് പറഞ്ഞുതരാം. ഹരിത ഭിത്തിയിൽ അമർത്തി,
ഹരിത മീൻസ് ഹരിതകം, ഭിത്തി മീൻസ് കോശഭിത്തി. ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ, ആനിമൽ സെല്ലിൽ കാണില്ല. അപ്പൊ ഈ ഒരു ടേബിളും പഠിച്ചു വെക്കുക. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കോശഭിത്തിയും ഹരിതകവും മാത്രം നമ്മുടെ ജന്തുകോശത്തിൽ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോടാ. അപ്പോ എന്താണ് കോശം, അതിന്റെ സ്ട്രക്ചർ ആൻഡ് ദെൻ ഡിഫറൻസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത കേസിലോട്ട് പോവാം. എന്താണ്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഫ്രൂട്ട്സ് ടൈപ്പും എക്സാമ്പിളും തന്നിട്ടുണ്ട്. സിമ്പിൾ ഫ്രൂട്ട് മാംഗോ തന്നിട്ടുണ്ട്, വേറൊരു എക്സാമ്പിളും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ കസ്റ്റാർഡ് ആപ്പിള്, സീതപ്പഴം, ഇതൊക്കെ മിസ്സിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ അത് ഇതിൽ പെടുന്നു എന്നുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ ഫ്രൂട്ടില് പൈനാപ്പിൾ ഉണ്ട്. അടുത്തത് ഏതാ? ആപ്പിൾ തന്നിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഫ്രൂട്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലവർ ടു ഫ്ലവർ എന്നുള്ള ചാപ്റ്റർ പഠിച്ചവർക്ക് ഇത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കല്ലേ. അപ്പൊ എന്താണ് ലഘുഫലം എന്ന് അറിയണം അല്ലെ. ഈ ലഘുഫലം പറഞ്ഞാൽ ഭയങ്കര പാവം പിടിച്ചാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. ഒറ്റ പൂവാണെങ്കിൽ ഒരൊറ്റ ഫ്രൂട്ടേ നമുക്ക് കിട്ടുള്ളൂ. 1 ആണെങ്കിൽ എന്താണ്, അത് ലഘുഫലമാണ്, സിമ്പിൾ ആയിട്ടുള്ള ആളാണ് അല്ലെ. എന്താണ്, ഒരു പൂ വിരിഞ്ഞു, അതിന്നൊരു കായ് നിങ്ങൾക്ക് തന്നു, അത്രയേ ഉള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് മാംഗോ, ടൊമാറ്റോ എന്നൊക്കെ പറയുന്നത്, തക്കാളി, അതേപോലെ മാങ്ങ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. 1 ഫ്രൂട്ട് ഫ്രം ഈച്ച് ഫ്ലവർ, ഓരോ ഫ്ലവറിൽ നിന്നും 1 ഫ്രൂട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് അഥവാ പുഞ്ചഫലം എന്നാ നമ്മൾ പറയാ. പുഞ്ചഫലം എന്ന് പറയുമ്പോൾ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകും. അപ്പൊ സിമ്പിൾ അല്ലേ, ഡബിൾ എന്ന് പറയുന്ന പോലെ ഒരു പൂ വിരിയുന്നു, അതിൽ നിന്ന് കുറേ എന്ത് നമുക്ക് കിട്ടുന്നുണ്ട്, കുറേ ഫലം കിട്ടുന്നുണ്ട്. ഇഫ് മോർ ദാൻ 1 ഫ്രൂട്ട് ഈസ് ഫോം ഫ്രം എ ഫ്ലവർ, സച്ച് ഫ്രൂട്ട് ആർ നോൺ ആസ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അഗ്രിഗേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കൂടി ചേരാന്ന് ആലോചിക്കുക. അപ്പൊ കുറെ എന്താണ്, ഒരു പൂവിൽ നിന്ന് തന്നെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ, ടൈപ്പ് അല്ല, കുറേ ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് അഥവാ പുഞ്ചഫലം. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബ്ലാക്ക്ബെറി, പോളിത്തിയ ആൻഡ് കസ്റ്റാർഡ് ആപ്പിൾ ഒക്കെ പറയുന്നത് അതിനുള്ള എക്സാമ്പിളുകളാണ്. അത് പഠിച്ചു വെക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെച്ചോടാ. അതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ച സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത് നമ്മുടെ ചക്ക, നമ്മളെല്ലാവരും കഴിക്കുന്ന നമ്മുടെ സ്വന്തം ജാക്ക് ഫ്രൂട്ട് അല്ലെ. ജാക്ക് ഫ്രൂട്ടിന്റെ കേസിൽ എന്താണ് വരുന്നത്, അത് ഏതിലാ പെടാന്നറിയോ? അതാണ് സംയുക്ത ഫലം, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്നാണ് അതിനെ പറയാ. ഓക്കെ, നമ്മുടെ സംയുക്ത വർമ്മേനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് നമ്മുടെ സംയുക്ത വർമ്മയുടെ കേസ്? സംയുക്ത ഫലത്തിൽ പറയുന്നത് ദാ നോക്കിക്കോ, പ്ലാവിന്റെ ഒരു പൂങ്കുലയിൽ തന്നെ 100 കണക്കിന് പൂക്കൾ ഉണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്ലാവിന്റെ കേസ് നോക്കുമ്പോ ഇത്രയും കൊലയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിൽ നിന്നും ഉണ്ടാവുന്നതോ ചക്ക എത്രത്തോളം ഉണ്ട്, ഇത്രയും വലുപ്പം കൂടിയിട്ടുള്ള ചക്കയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് ഒരു പൂവിൽ നിന്ന് എത്ര ഫലം ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് അതിന്റെ ചക്കച്ചോള. അപ്പൊ ഓരോരോ പൂവിൽ നിന്ന് ഉണ്ടാവുന്ന ആ സാധനങ്ങൾ ചക്കച്ചോളയായിട്ടാണ് വരുന്നത്. അതെല്ലാം കൂടെ ഒരു ആവരണത്തിൽ പൊതിഞ്ഞിരിക്കാം, ഒരു ബാഗിൽ പൊതിയുന്ന പോലെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സംയുക്ത ഫലം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ആ ചക്കക്കുരു ഇങ്ങനെ കുറേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ലേ, അതുകൊണ്ടത് സംയുക്ത ഫലമാണ് എന്ന് പറയും. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കാം, കപട ഫലങ്ങൾ, ഫോൾസ് ഫ്രൂട്ട്. നമ്മൾ എപ്പോഴും എന്താണ് കപടം എന്ന് പറയുന്നത്, നമ്മളെ പറ്റിക്കുന്ന ആളുകളല്ലേ. ഈ പറ്റിപ്പീരായിട്ടുള്ള ആളുകളെ നമ്മൾ പറയും ഫേക്ക് ആണെന്ന്, ഫേക്ക് ഫ്രണ്ട് ആണെന്ന് പറയും അല്ലെ. അതുപോലെ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ചില സസ്യങ്ങളില് സാധാരണ നമ്മൾ പൂ വിരിഞ്ഞ് അതിൽ നിന്നാ ഫ്രൂട്ട്സ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ പൂവിന്റെ ഏത് ഭാഗം എന്നറിയോ? പൂഞ്ഞിട്ട്, പുഷ്പാസനം എന്ന് വെച്ചാൽ പെഡീസൽ, തലാമസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കപട ഫലം അഥവാ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയാം. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആപ്പിളിലൊക്കെ എന്താണ്, ഫോൾസ് ഫ്രൂട്ട് ആണ്, കപട ഫലമാണ് ഉണ്ടാകുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിന്റെ ഈ ഒരു കേസ് പഠിച്ചു വെക്കുക. 4 എണ്ണാക്കി, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട് തുടങ്ങിയിട്ടുള്ള 4 സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സിനെ തിരിച്ചു. ആൻഡ് യുവർ എക്സാമ്പിൾസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിച്ചു വെക്കുക, ടേബിൾ പഠിക്കുക, വെരി 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 ഇമ്പോർട്ടന്റ്. റെഡി ആണോടാ, സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. പിക്ചർ തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് ജീവികളെ തിരിച്ചറിഞ്ഞ് പേരിടുക. ഈ ജീവിയുടെ പൊതുവായ സവിശേഷത എന്താണ്, കോമൺ ഫീച്ചേഴ്സ്, ആൻഡ് ദെൻ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ടു ഒബ്സർവ് ദിസ് ഓർഗാനിസം എന്നും പറയുന്നുണ്ട്. നോക്കടാ, എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ഇതേതാ? ഇത് നിങ്ങൾ ഉറക്കത്തിൽ എഴുതിയാലും പറയണം ഇത് ഏതാണ്, അമീബ ആൻഡ് പാരമീസിയം ആണ് അല്ലേ. ഇത് അമീബ, പാരമീസിയം, ബാക്ടീരിയ ഒക്കെ നമ്മൾ പഠിച്ചാണല്ലോ. ഇത് നമ്മുടെ അമീബ, നമ്മുടെ പാരമീസിയം അല്ലേ.
നമ്മൾ എപ്പോഴും ഉറക്കത്തിൽ എണീറ്റാൽ പോലും പറയണം. കാരണം എന്താ, ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണിത്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണി സെല്ലുലാർ ഓർഗാനിസം പറഞ്ഞെന്താ, യൂണി മീൻസ് ഒന്ന്, ഒരു സെല്ലുണ്ടോ ആള് സെറ്റാണ്. അപ്പൊ ഒറ്റ കോശം മാത്രമുള്ള ഏകകോശ ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഒരേ ഒരു കോശം മതി അവർക്ക് ജീവിക്കാൻ. അമീബ, പാരമെസിയം തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മ ജീവികളുണ്ടല്ലോ, മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലോ, അവർക്ക് എന്താണ്, ഒരു കോശം മതി, സുഖമാണ്, ഒരു പ്രശ്നവും ഇല്ല. റെഡി? അപ്പൊ ഒരു കോശം മാത്രമുള്ള ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെൽ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. സെറ്റല്ലേടാ? അപ്പൊ അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നോക്കുക, മൈക്രോസ്കോപ്പ് എടുക്കുക ആൻഡ് സ്ലൈഡ് എടുക്കുക, ഒരു കവർ ഗ്ലാസ് എടുക്കുക. പിന്നെ എന്താ വേണ്ടേ, നമുക്ക് വേണ്ടത് സൂക്ഷ്മജീവിയാണല്ലോ. അതിന് എവിടുന്ന് കിട്ടുക, ഈ ചളി പുളിയാച്ചിരിക്കുന്ന സ്ഥലത്ത്. പ്രത്യേകിച്ച് നമ്മൾ എന്താണ്, ഈ നെൽപ്പാടത്തൊക്കെ ഉണ്ടാവുന്ന ഈ എന്താ പറയാ വൈക്കോൽ ഉണ്ടല്ലോ, അത് കുറച്ച് ചീഞ്ഞഴുകി കഴിഞ്ഞാൽ അത് നിന്ന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, ഈ സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് എന്തൊക്കെ വേണം, ഒരു ഹേസോക്ഡ് വാട്ടറും പിന്നെ ഈ പറയുന്ന സാധനങ്ങളും മാത്രം മതി. എന്നിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോയാലോ? ഇതാ നോക്കിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാസമാറ്റങ്ങളെ പറ്റിയും ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയൊക്കെ പറയുന്ന കാര്യമാണ്. നോക്കിക്കോ. Find and write 4 operations involving the chemical change using the substance given below. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് രാസമാറ്റവുമായി ബന്ധപ്പെട്ട 4 പ്രവർത്തനങ്ങൾ കണ്ടെത്തി എഴുതുക. മെഗ്നീഷ്യം റിബൺ ഉണ്ട്, പേപ്പർ ഉണ്ട്, തീപ്പെട്ടി ഉണ്ട്, പഞ്ചസാര, പാത്രം, ഐസും മെഴുകൊക്കെ തന്നിട്ടുണ്ട്. ഇതിനുള്ള പരീക്ഷണക്കുറിപ്പ് ഉണ്ടാക്കാനും പറഞ്ഞു. ആൻഡ് write another example of chemical changes that we are seen in everyday life എന്നും പറഞ്ഞു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിൾ അല്ലേ? മെഗ്നീഷ്യം റിബണും പേപ്പറും എല്ലാം നിങ്ങൾക്ക് ഓരോന്നും തന്നിട്ടുണ്ട്. അത് നമുക്ക് നൈസായിട്ടൊന്ന് കത്തിച്ച് നോക്കിയാൽ പോരെ അല്ലേ? ഇതിൽ കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാസമാറ്റം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും അല്ലേ? നമ്മൾ ഓരോന്നെടുത്ത് കത്തിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് കത്തുന്നുണ്ടോ? അപ്പൊ മെഗ്നീഷ്യം നമ്മൾ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അത് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് പുതിയൊരാള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതോട് കൂടിയിട്ട് പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. മെഗ്നീഷ്യം റിബൺ കത്തിച്ചാൽ നിന്ന് ചാരല്ലേ ഉണ്ടാവുകയാടാ. ഒരു വിറകെടുത്ത് കത്തിച്ചു നോക്ക, ചാരമുണ്ടാകും. ആ ചാരത്തെ നോക്കിയിട്ട് ചാരമേ എന്റെ വിറക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞാൽ തരുവോ? തരില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കിട്ടില്ല നമുക്ക്. അതായിക്കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചാ, സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ ചേഞ്ച് നടത്തണമെങ്കിൽ പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്, സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഓക്കെ, അപ്പൊ രാസമാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് സ്ഥിരമായിരിക്കും, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പുതിയൊരു സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പുതിയൊരു സബ്സ്റ്റൻസ് പറയുമ്പോൾ പേടിക്കേണ്ട, വിറക് കത്തിച്ച ചാരം ഉണ്ടാകുന്നു. ആ ചാരം എന്ന് പറയുന്ന മാറ്റം കെമിക്കൽ ചേഞ്ച് ആണെന്ന് മാത്രം എന്റെ മക്കളെ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് വെച്ചാൽ മതി. അതിന് എക്സാമ്പിളുകളാണ് ഡെയിലി ലൈഫിൽ ഒരുപാടുണ്ട്. നമ്മള് ആപ്പിൾ ചീത്തയാവുന്നതും അതുപോലെ തന്നെ ഇരുമ്പ് തുരുമ്പെടുക്കുന്നതും, ദെൻ പിന്നെ ഏതാ മെറ്റബോളിസം, നമ്മുടെ വയറിനകത്തുള്ള മെറ്റബോളിസം. അതുപോലെ കുക്കിംഗ് ഓഫ് ആൻ എഗ്, ഒരു എഗ് എടുത്ത് നമ്മൾ കുക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് കുക്ക് ചെയ്തിട്ട് തിരിച്ചു കിട്ടുമോ? നമുക്ക് എഗ്ഗിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ എഗ് തിരിച്ചു തരുമോ? തരൂല അല്ലേ? അപ്പൊ അതൊക്കെ എന്താ കെമിക്കൽ ചേഞ്ചുകളാണ്. സോ കുറെ എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേണേലും വായിക്കാം, പഠിക്കാം, അതിൽ ഏത് വേണേലും എഴുതി കൊടുക്കാം, മാർക്ക് ഉറപ്പിക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു, അതും എല്ലാ ചാപ്റ്റേഴ്സിനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെഗാ മാരത്തോണിലും മോർണിംഗ് ബൂസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എല്ലാവരും ഷുവറായിട്ട് നമ്മുടെ ലൈവിൽ ഉണ്ടാവുക, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായി ഫുൾ മാർക്കിനെ നമുക്ക് സെറ്റ് ചെയ്യണം. സോ എല്ലാവരും ലൈവിലൊക്കെ ഉണ്ടാവുക, അടിപൊളിയാക്കുക, എന്നുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ മക്കളെ. സോ ലൈവിൽ കാണാം, വീഡിയോസിൽ കാണാം. Bye bye. See you dears.